നമസ്കാരം. കാലിക്കറ്റ് ഡിഫൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് ഹ്യൂമൻ മെറ്റാപ്പ് ന്യൂമോ വൈറസ് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. കോവിഡ് എന്ന മഹാമാരിക്ക് ശേഷം ചൈനയിൽ വീണ്ടും ഒരു രോഗവ്യാപനം, ഹ്യൂമൻ മെറ്റാപ്പ് ന്യൂമോ വൈറസ് എന്ന വാർത്തയാണ് സമൂഹ മാധ്യമങ്ങളിൽ മറ്റു റിപ്പോർട്ടുകളിലും പറയുന്നത്. ആശുപത്രികളും ശ്മശാനങ്ങളും നിറഞ്ഞുവെന്നും റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാക്കുന്നു. HMPV വൈറസ് മാത്രമല്ല, ഇൻഫ്ലുവൻസ എ, മൈക്രോപ്ലാസ്മ, ന്യൂമോണിയ, കോവിഡ് തുടങ്ങിയ രോഗങ്ങളും ഇതിനോടൊപ്പം വ്യാപിക്കുന്നുണ്ട്. ചൈനയിൽ നിലവിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നുവെന്നും ചില പോസ്റ്ററുകളിൽ അറിയപ്പെടുന്നു. എന്നാൽ ഈ കാര്യത്തിൽ സ്ഥിരീകരണമില്ല. കുട്ടികൾക്കും പ്രായമായവർക്കുമാണ് വ്യാപകമായി രോഗവ്യാപനം ഉണ്ടാകുന്നത്. ന്യൂമോണിയ പടർന്നു പിടിക്കുന്നതായി ബന്ധപ്പെട്ട നിരീക്ഷണ സംവിധാനങ്ങൾ ചൈനയിൽ ഒരുക്കിയിരിക്കുന്നതായി ചൈനയുടെ രോഗനിയന്ത്രണ വിഭാഗം അറിയിച്ചിരിക്കുന്നെന്ന് രാജ്യാന്തര വാർത്താ ഏജൻസി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ലോകാരോഗ്യ സംഘടനയോ ചൈനയോ ഈ കാര്യത്തിൽ ഔദ്യോഗികമായി വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല. എന്താണ് ഹ്യൂമൻ മെറ്റാപ്പ് ന്യൂമോ വൈറസ്? ജലദോഷത്തിന് സമാനമായ ലക്ഷണങ്ങളുള്ള വൈറസാണ് ഹ്യൂമൻ മെറ്റാപ്പ് ന്യൂമോ വൈറസ് HMPV. എന്നാൽ ജലദോഷത്തിൽ നിന്ന് വ്യത്യസ്തമായി ഈ വൈറസ് അപ്പർ റെസ്പിറേറ്ററി അണുബാധകൾക്ക് കാരണമാകുന്നു. ചില സാഹചര്യങ്ങളിൽ ന്യൂമോണിയ, ആസ്മ, COPD തുടങ്ങിയ ലോവർ റെസ്പിറേറ്ററി അണുബാധകൾക്കും കാരണമാകാറുണ്ട്. ശൈത്യകാലത്താണ് HMPV അണുബാധ കൂടുതലായി ഉണ്ടെന്നായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് വൈറസ് പെട്ടെന്ന് പിടിക്കുക. 5 വയസ്സിന് മുൻപ് രോഗം വന്നിട്ടുള്ള ഒരാൾക്ക് പിന്നീട് രോഗം വന്നാലും അതിൻ്റെ ആഘാതം കുറവായിരിക്കും. രോഗലക്ഷണങ്ങളും കാരണങ്ങളും: ചുമ, പനി, മൂക്കൊലിപ്പ്, തൊണ്ട ചൊറിച്ചിൽ, ശ്വാസം മുട്ട്, ശ്വാസതടസ്സം, ചൊറിച്ചിൽ എന്നിവയൊക്കെയാണ്. മനുഷ്യ ശരീരത്തിൽ തന്നെ കാണപ്പെടുന്ന HMPVയുടെ ചെറിയ വൈറസുകൾ അതിൻ്റെ പകർപ്പുകൾ ഉണ്ടാക്കുന്നത് മൂലം വരുന്ന അസുഖമാണ് HMPV. ഇത് 5-ാം പനി, മുണ്ടിനീർ, RSV എന്നിവയ്ക്ക് കാരണമാകുന്നു. വൈറസുകളുടെ അതേ പാറ്റേണുള്ള വൈറസാണ് HMPVയും. HMPV പകരുന്നതെങ്ങനെ? രോഗിയുമായുള്ള അടുത്തുള്ള ഇടപഴകലിലൂടെ വൈറസിൻ്റെ സാന്നിധ്യമുള്ള വസ്തുക്കളിൽ സ്പർശിക്കുന്നതിലൂടെയോ രോഗം പകരുന്നു. തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും ചുംബിക്കുമ്പോഴും കെട്ടിപ്പിടിക്കുമ്പോഴും ഹസ്തദാനം ചെയ്യുമ്പോഴും രോഗം പകരാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാലും ഭയം വേണ്ട, ജാഗ്രത മാത്രം മതി.